ജമ്മുകാശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം തന്നെയാണ്. അവിടെ ഇന്ന് 9 പേർ മരിച്ചു എന്ന വാർത്ത വന്നു. 29 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും വാർത്തയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ബൽറാം, ശരിക്കും അവിശ്വസനീയമായ ഒരു സംഭവമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാര്യം പരിശോധിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഇത്രയും വലിയ ഒരു സ്ഫോടനമുണ്ടായി എന്നുള്ള കാര്യം പറയൂ. SKN, തീർച്ചയായും അവിശ്വസനീയമായ, രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ജമ്മു കശ്മീരിലെ നൗഗാമിലെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടിയ സ്ഫോടക വസ്തു ശേഖരം അത് അത്യുഗ്രശേഷിയോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 9 ഉയർന്നിരിക്കുകയാണ്. 29 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. ശ്രീനഗറിലെ 2 ആശുപത്രികളിലായാണ് പരിക്കേറ്റവരെ ഇപ്പോൾ ചികിത്സിക്കുന്നത്. ഈ സംഭവത്തിൽ മരിച്ചവരിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ നായിബ് തഹസിൽദാർ ഉൾപ്പെടെ സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഇവർ ഈ ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടികൂടിയ 300 കിലോയോളം വരുന്ന അമോണിയം നൈട്രേറ്റ് എന്ന സ്ഫോടക വസ്തു അതിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കുകയായിരുന്നു. ഈ പരിശോധനയ്ക്കായാണ് നായിബ് തഹസിൽദാർ അടക്കമുള്ളവരെ സ്ഥലത്ത് എത്തിച്ചത്. ഈ പരിശോധനയ്ക്കിടെ തന്നെ അപ്രതീക്ഷിതമായി ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ ഈ പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. സമീപത്തെ കെട്ടിടങ്ങൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. ഈ പൊട്ടിത്തെറിയിൽ വലിയ തീപിടുത്തവും ഈ സംഭവ സ്ഥലത്ത് ഈ സ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് തീ അണച്ചത്. തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. മേഖലയിൽ ഇപ്പോൾ പോലീസും അർദ്ധസൈനിക വിഭാഗവും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് NIA സംഘം അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായ ഒരു വിശദീകരണം ജമ്മു കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഈ വൈറ്റ് കോളർ ഭീകരതയുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് നൗഗാം പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെയാണ് ആദിൽ റാത്തർ പോസ്റ്ററുകൾ, ജെയ്ഷെ അനുകൂല പോസ്റ്ററുകൾ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ട ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഫരീദാബാദിൽ റെയ്ഡ് നടക്കുന്നതും പിന്നീട് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ തുടർച്ചയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഫരീദാബാദിൽ ഡോക്ടർമാരുടെ മുറിയിൽ നിന്നും പിടികൂടിയ 300 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുവാണ് ജമ്മു കശ്മീരിൽ എത്തിച്ച് പരിശോധന നടത്തുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടായത്. എന്നാൽ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഒരു സ്ഫോടക വസ്തു നിർവീര്യമാക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ ഉണ്ടായിരുന്നില്ലേ എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.